ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നല്ലവനായ യേശു ക്രിസ്തുവിന്റെ തിരുവചനവും ഏന്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ വരുവാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവായ യേശു ക്രിസ്തു ഒരുക്കി തന്നതിനായി കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മഹാമാരിയുടെ ഭീതിയുടെയും ഭയത്തിന്റെയും എല്ലാം നടുവിൽ നമുക്കറിയാം, അനേകർ വലയുന്നു. അനേകർ നിസ്സഹായതയോടുകൂടെ എല്ലാ സാഹചര്യങ്ങളിലേക്കും നോക്കി വിതുമ്പി കരയുന്നവരുണ്ട്. മുൻപോട്ട് പോകുവാൻ കഴിയാതെ വഴികളും വാതിലുകളും അടഞ്ഞുപോയവരുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാ നടുവിൽ സമാധാന പ്രഭുവായ സ്നേഹം നിറഞ്ഞ യേശുക്രിസ്തുവിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് കൃപ തന്നുവല്ലോ, ഭാഗ്യം തന്നുവല്ലോ. ഇന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ 142 സങ്കീർത്തനം അതിന്റെ 1 വാക്യം നമുക്ക് വായിക്കാം. 142 സങ്കീർത്തനം 1 വാക്യം. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. 142 സങ്കീർത്തനം ദാവീദിന്റെ ഒരു ധ്യാനമാണ്. ഈ സങ്കീർത്തനം ദാവീദ് ഇരുന്ന് പാടിയത് ഒരു കൊട്ടാരത്തിലല്ല, ഒരു വീട്ടിലല്ല. ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഒരു ഗുഹയിൽ ദാവീദ് തനിച്ചായിരിക്കുമ്പോൾ ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് ദാവീദ് തന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ ദൈവത്തോട് വിവരിക്കുന്നതാണ് 142 സങ്കീർത്തനം. തികച്ചും ഏകാഗിയായി, ആരും സഹായത്തിനില്ലാത്ത, ഏറ്റവും നിസ്സഹായതയും ഭയവും വരുത്തുന്ന ഒരു ഗുഹയുടെ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ദാവീദ് നിത്യനായ ദൈവത്തോട് പറഞ്ഞു, യഹോവേ, ഞാൻ ഉറക്കെ നിലവിളിക്കുന്നുവെന്ന്. ഉറക്കെ നിലവിളിക്കുകയാണ്. തന്റെ ശബ്ദം മുഴുവനും ഉയർത്തി അല്ല, തന്റെ ഹൃദയത്തിന്റെ ഭാരം മുഴുവനും അറിഞ്ഞുകൊണ്ട് സകല ശക്തിയോടും കൂടെ മുഴുവനായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദാവീദ് ഉറക്കെ നിലവിളിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കരച്ചിലിനെ കുറിച്ചാണ്. കരയുന്ന ലോകത്ത്, കരയുന്ന അന്തരീക്ഷങ്ങളുടെ നടുവിൽ അനേകരോട് ചേർന്ന് നിന്നുകൊണ്ട് കരച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കണ്ണുനീരിന്റെയും കരച്ചിലിന്റെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മിൽ അധികവും. ഞാൻ വായിച്ചിട്ടുണ്ട്, അനുഗ്രഹീതനായ D.L. മൂഡി, അദ്ദേഹം തന്റെ ബാല്യപ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ ഒരിക്കലും തനതായിട്ട് സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഉരുവിടുന്ന പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നില്ല എന്ന്. അദ്ദേഹത്തിന്റെ അമ്മ തന്റെ സഹോദരങ്ങളെയെല്ലാം തനത് പ്രാർത്ഥന സ്വന്തം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ D.L. മൂഡി മാത്രം തനിയെ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. എന്നാൽ ആ അമ്മ മകനു വേണ്ടി തനിയെ പ്രാർത്ഥിക്കാൻ ഇവൻ പഠിക്കണമെന്നും എല്ലാം അമ്മ ആ കുഞ്ഞിനെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തനത് പ്രാർത്ഥന തനിയെ ദൈവത്തെ വിളിക്കാൻ പഠിച്ച ഒരു സാഹചര്യം ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചത് ഇപ്രകാരമായിരുന്നു. D.L. മൂഡി ഒരിക്കൽ ഒരു ഏകനായി ഒരു ഏകാന്ത സ്ഥലത്തുകൂടി നടന്നു പോകുമ്പോൾ, ഒരു വയൽ പോലെയുള്ളൊരു സ്ഥലത്തുകൂടി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു വേലിക്കല്ല് മറിഞ്ഞു വീണു. അദ്ദേഹത്തിന് അന്ന് 6 വയസ്സോ മറ്റോ പ്രായമേ ഉള്ളൂ. ആ കല്ല് അദ്ദേഹത്തിന്റെ ദേഹത്ത് വീണു. ആ കല്ലിനടിയിൽ കിടന്നുകൊണ്ട് ആ ഏകാന്തത നിറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ കരച്ചിൽ കേൾക്കുവാൻ ആ ചുറ്റുപാടും ആരും ഉണ്ടായിരുന്നില്ല. കൊച്ചുകുട്ടിയായ D.L. മൂഡിക്ക് ആ കല്ല് തനിയെ ഉയർത്താനൊട്ട് കഴിയുകയുമില്ല. എന്നാൽ ആ കല്ലിനടിയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ കല്ല് ഉയർത്താൻ എന്നെ സഹായിക്കണമേ എന്ന്, ദൈവമേ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് സർവശക്തിയും എടുത്തുകൊണ്ട് ആ കല്ല് തന്റെ ദേഹത്തു നിന്ന് മാറ്റുവാൻ ആ കല്ല് അദ്ദേഹം കിടന്നുകൊണ്ട് ആഞ്ഞു പൊക്കി. ഞാൻ വായിച്ചു, അദ്ദേഹം ദൈവത്തെ വിളിച്ചുകൊണ്ട് ആ കല്ല് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ആ കല്ല് തന്റെ ദേഹത്തു നിന്ന് ഉയർത്തി മാറ്റുവാൻ സാധിച്ചുവെന്നും പിന്നീട് അദ്ദേഹം തനിയെ പ്രാർത്ഥിക്കുവാൻ പഠിച്ചുവെന്നും. ജീവിതത്തിൽ അത്യാവശ്യക്കാരനാണ് പലപ്പോഴും നിലവിളിക്കുന്നത്. എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും ഉള്ളവർ പലപ്പോഴും കരയാറില്ല എങ്കിൽ എന്തുകൊണ്ട്, ആരാണ് കരയുന്നത്? ഈ സങ്കീർത്തനത്തിൽ ദാവീദിന്റെ നിലവിളിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഓരോ വാക്കുകളും നാം വായിക്കുമ്പോൾ അവന്റെ ഏകാകിത്വവും ദാവീദിന്റെ ഹൃദയത്തിലെ ദുഃഖങ്ങളും താനായിരിക്കുന്ന ഒറ്റപ്പെട്ട സാഹചര്യങ്ങളും തനിക്കാരുമില്ലാത്ത അവസ്ഥകളും താൻ നിസ്സഹായതയോടെ നോക്കിക്കാണുന്ന അനേക സന്ദർഭങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഈ സങ്കീർത്തനത്തിന്റെ ഓരോ ധ്യാനവാക്യങ്ങളിലും ദാവീദിന്റെ വായിൽ കൂടെ വരുന്നുണ്ട്. ഞാനിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, വാസ്തവത്തിൽ ആരാണ് നിലവിളിക്കുന്നത്?
ആരോടാണ് നിലവിളിക്കേണ്ടത്? എന്തിനാണ് നാം കരയേണ്ടത്, നിലവിളിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, ദാവീദ് എന്തുകൊണ്ടാണ് നിലവിളിച്ചത്? വാസ്തവത്തിൽ ആരാണ് നിലവിളിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ദാവീദിന്റെ ഈ 142 സങ്കീർത്തനത്തിലെ ധ്യാന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരാണ് വാസ്തവത്തിൽ നിലവിളിക്കാറുള്ളത്? അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നുണ്ട്, ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു, അവന്റെ സന്നിധിയിൽ ഞാൻ എന്റെ സങ്കടം പകരുന്നു. ദാവീദ് പറയുന്നത്, സങ്കടമുള്ളവനാണ് പലപ്പോഴും കരയാറുള്ളത്. സങ്കടമുള്ളവർ കരയും, കഷ്ടമനുഭവിക്കുന്നവർ കരയും, ഉള്ളിൽ വിഷാദമുള്ളവർ കരയും, എനിക്ക് ആരുമില്ല എന്ന് പറയുന്നവർ കരയും, ഏറ്റവും എളിമപ്പെട്ട് ഏറ്റവും താണ് തൻ്റെ അവസ്ഥകളിലേക്ക് ചുരുങ്ങിക്കൂടുന്നവർ കരയും, ചുറ്റിലും ഉപദ്രവം ഏൽക്കുന്നവർ കരയും, കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ പെടുന്നവർ കരയും. ഇതെല്ലാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നമ്മിൽ അനേകരും അനവധി സാഹചര്യങ്ങളിൽ കരഞ്ഞിട്ടുള്ളവരാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ സാഹചര്യങ്ങളിൽ കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് കാലം പോക്കിയ കാലങ്ങൾ ഞാൻ നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ പറമ്പിലെല്ലാം പോയിരുന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഓർക്കും, ഉണങ്ങിയ മരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, ഇലപൊഴിഞ്ഞ വൃക്ഷങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ നിസ്സഹായതയോടെ കരഞ്ഞ എൻ്റെ ചെറിയ പ്രായമെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. സങ്കടം കൊണ്ടും ദുഃഖം കൊണ്ടും ജീവിതത്തിലേക്ക് നേരിട്ട പല കഷ്ടതകൾ ഓർത്തുകൊണ്ടും പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളുടെ നടുവിൽ ഉപദ്രവം ഏറ്റുകൊണ്ടും ഒറ്റപ്പെട്ടുകൊണ്ടും എല്ലാം കരഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദാവീദിനെ പോലെ നാം ആരെല്ലാം ഉറക്കെ നിലവിളിക്കുന്നവരാണ്. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ഒരു ഗുഹയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നുവെന്ന്. ഇന്ന് നമുക്കറിയാം, ജീവിതത്തിൽ കരയുമ്പോൾ കഷ്ടത ബോധിപ്പിക്കാൻ ഒരിടമുള്ളത് ഭാഗ്യമാണ്. അന്ന് ദാവീദ് ഹൃദയത്തിൽ വിഷാദമുള്ളവനായി ദൈവത്തോട് പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നുവെന്ന്. ദാവീദ് പല കാര്യങ്ങൾ പറഞ്ഞാണ് കരയുന്നത്. ദാവീദിന്റെ ഉള്ളിലെ സങ്കടം, ദാവീദിന്റെ കഷ്ടത, ദാവീദിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ വിഷാദം, ദാവീദിന്റെ ജീവിതത്തിലെ ഏകാന്തത, ഇതെല്ലാം കരച്ചിലിലേക്ക് ദാവീദിനെ നയിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. ഏറ്റവും തകർന്നുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ ദാവീദും ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്കുണ്ട്, വലത്തോട്ട് നോക്കി എന്നെ കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ല, എൻ്റെ പ്രാണനു വേണ്ടി ആരും കരുതുന്നില്ല എന്ന്. അതൊരു സത്യമായി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരു വലിയ ആശ്രയത്തോടു കൂടിയുള്ള ദൈവത്തോടുള്ള വാക്കുകളായിരുന്നു ദാവീദിന്റെ. കർത്താവെ, ഇന്ന് എൻ്റെ സാഹചര്യത്തിൽ എന്നെ ഒന്ന് നോക്കി കാണണമേ, എന്നെ അറിയാൻ എനിക്കാരുമില്ല, വലത്തോട്ട് നോക്കി കാണണമേ, എൻ്റെ വലത്തും എൻ്റെ ഇടത്തും നിൽക്കുവാൻ ആരുമില്ലെന്ന്. എന്നാൽ ദാവീദ് അനുഭവിച്ചുകൊണ്ട് ഇതെല്ലാം നിത്യനായ ദൈവത്തോട് സങ്കടം പറയാൻ ഒരിടമായി കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദാവീദ് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഞാൻ ഇന്ന് ഈ വാക്കുകൾ പറയുമ്പോൾ എനിക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ അനേകർ കരയുന്നവരാണ്. ജീവിതത്തിൽ വിഷാദമുള്ളതുകൊണ്ടും സങ്കടമുള്ളതുകൊണ്ടും കഷ്ടത വന്നതുകൊണ്ടും രോഗങ്ങൾ വന്നതുകൊണ്ടും കെടുതികൾ വന്നതുകൊണ്ടും നിരാശയിൽ പല കാര്യങ്ങൾ നിരാശ വരുത്തുന്ന അനേക കാര്യങ്ങൾ നേരിട്ടതുകൊണ്ടും നേരിടുന്നതുകൊണ്ടും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതുകൊണ്ടും പ്രിയപ്പെട്ടവരുടെ മരണം കൊണ്ടും മഹാവ്യാധികളുടെ നടുവിൽ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിലൂടെ എല്ലാം നിസ്സഹായതയോടെ കരയുന്ന അനേകർ ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കരയാൻ അനുഭവം കിട്ടുന്ന ഒരു അവസ്ഥ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. കാരണം കരയാൻ അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിലും കരയാൻ ഒരുവനുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഒരുവനുണ്ട് എന്നുള്ളതാണ് കരയാൻ ഏറെ വിഷയമുള്ളപ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം. കരയാൻ നമുക്ക് പല കാര്യങ്ങൾ കാണും. ജീവിതത്തിലേക്ക് നോക്കിയാൽ കരയാൻ ഒട്ടനവധി കാരണങ്ങൾ, കണ്ണുനീര് തോരില്ല എന്ന് തന്നെ ഉറപ്പാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ ആശ്വാസത്തിനുള്ള ഒരു കാര്യം എന്ന് പറയാൻ നമുക്ക് കരയാൻ ഒരിടമുണ്ട് എന്നുള്ളതാണ്. നാം വായിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നാം ആരോടാണ് നിലവിളിക്കേണ്ടത്? 2 ശമൂവേലിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിലേക്കെല്ലാം വരുമ്പോൾ വാസ്തവത്തിൽ ഏറെ കഷ്ടതകളിൽ നിന്നും വിടുതൽ കിട്ടിയവനായി ദുഃഖങ്ങളുടെ എല്ലാം നടുവിൽ നീക്കുപോക്കുകൾ ദൈവകരങ്ങളിൽ നിന്ന് ഒഴുകി വന്നത് അനുഭവിച്ചവനായി ഏറെ സമാധാനത്തോടുകൂടെ നിന്നുകൊണ്ട് ദാവീദ് പാടിയ ഒരു സങ്കീർത്തനമാണ് ദൈവത്തിന് സ്തോത്രം, 18-ാം സങ്കീർത്തനം.
എന്നാൽ 2 ശമൂവേലിന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം അവിടെ നാം വായിക്കുന്നുണ്ട്. 22-ാമത്തെ അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എന്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു, എന്റെ നിലവിളി അവന്റെ ചെവികളിലെത്തി. ദാവീദ് പറയുകയാണ്, ഈ ലോക ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷാദങ്ങളും ഏകാന്തതകളും ഗുഹയുടെ അനുഭവങ്ങളും ഒറ്റപ്പെട്ടുപോയ അനുഭവങ്ങളും കാരാഗ്രഹത്തിന്റെ അവസ്ഥകളും എല്ലാം വന്നപ്പോൾ ദാവീദിന് നോക്കി നിലവിളിക്കുവാൻ ഒരൊറ്റ ഇടമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ദൈവത്തോട് തന്നെ നിലവിളിച്ചുവെന്ന്. ജീവിതത്തിൽ അതൊരു മഹാഭാഗ്യമാണ്, ഈ ലോകത്തിൽ ദൈവത്തോട് നിലവിളിക്കാൻ കഴിയുക. 22-ാമത്തെ അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവർ ആയിരുന്നു. എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു. അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ദാവീദ് ജീവിതത്തിൽ പറയുകയാണ്, നിത്യനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദാവീദ് അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ യഹോവയോട് തന്നെ നിലവിളിക്കാൻ ഒരു കാരണമുണ്ട്. ദാവീദിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ, അബ്ശാലോം എതിർത്തപ്പോഴും അഹീതോഫേൽ എതിരായി തിരിഞ്ഞപ്പോഴും, ദൈവത്തിന് സ്തോത്രം, ശൗൽ പകച്ചപ്പോഴും എല്ലാം ദാവീദ് ദൈവത്തെ അള്ളിപ്പിടിച്ചു. തന്റെ മകനായ അബ്ശാലോം എതിർത്ത അനുഭവങ്ങളുണ്ട്. തന്നോട് കൂടെ നിന്ന് മന്ത്രിയായിരുന്ന അഹീതോഫേൽ ദാവീദിനെ എതിരായി തിരിഞ്ഞ അനുഭവങ്ങളുണ്ട്. ശൗൽ ദാവീദ് പലപ്പോഴും കിന്നരം വായിച്ചു കൊടുത്ത് ആശ്വാസം കിട്ടിയിരുന്നുവെങ്കിലും പലപ്പോഴും ശൗലിൽ ദുരാത്മാവ് വരുമ്പോൾ ശൗൽ ദാവീദിനെ ഉപദ്രവിച്ചു, പകച്ചു. ഈ സാഹചര്യങ്ങളിലുമെല്ലാം ദാവീദ് ദൈവമുഖത്തേക്ക് നോക്കി. ഞാൻ ഇന്ന് ജീവിതത്തിൽ ഈ വാക്കുകൾ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, പക നേരിടുമ്പോഴും ഉപദ്രവങ്ങൾ നേരിടുമ്പോഴും നിന്ന നേരിടുമ്പോഴും പലരും നമുക്ക് എതിരായി തിരിയുമ്പോഴും നമ്മുടെ സമാധാനത്തിന്റെ വക ക്രൂശിലുണ്ട്. നമ്മുടെ സമാധാനം ക്രൂശിലുണ്ട്, യേശുക്രിസ്തുവിലുണ്ട് നമ്മുടെ സമാധാനത്തിനുള്ള വക. ദാവീദ് ദൈവത്തെ വിളിച്ചു. ഞാൻ ഓർക്കും, നിലവിളിച്ചുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറുന്ന ഒരു ചിത്രം ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് നാം വായിക്കുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ദാവീദ് തല മൂടിയും ചെരിപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ, യഹോവേ, അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കും, മന്ത്രിയായി, രാജാവായി, അധികാരമുള്ളവനായി, രാജാവായി സിംഹാസനത്തിൽ വാഴേണ്ട ദാവീദ് ഇപ്പോൾ ഒലിവുമലയുടെ കയറ്റം നടന്നുകൊണ്ട് കാലിൽ ചെരുപ്പിടാതെ തല മൂടിക്കൊണ്ട് തന്റെ കരച്ചിൽ ആരും കാണണ്ട എന്നുള്ള ചിന്തയോടുകൂടെ കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറുമ്പോൾ ഗദ്ഗതം എന്നവണ്ണം ഹൃദയത്തിൽ ഇടയ്ക്ക് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, അഹീതോഫേലിന്റെ ആലോചന അബദ്ധമാക്കണമെന്ന്. എന്നാൽ ആരാണ് ഈ അഹീതോഫേൽ എന്ന് ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുന്ന അനേകർക്ക് അറിഞ്ഞുകൂടാ. 2 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, അഹീതോഫേൽ ദാവീദിന്റെ മന്ത്രിയായിരുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. വെറും ഒരു സാധാരണ മന്ത്രിയല്ല, വളരെ ബുദ്ധിമാനായ ഒരു മന്ത്രിയായിരുന്നു അഹീതോഫേൽ. നല്ല സ്വാധീനമുള്ള മന്ത്രി. ദാവീദ് അധികാരത്തിലേക്ക് വന്നപ്പോൾ തന്റെ മന്ത്രിയായിരുന്നു അഹീതോഫേൽ. അഹീതോഫേലിനെ കുറിച്ച് തിരുവചനത്തിൽ വായിക്കുന്നത്, ദാവീദിന്റെ മന്ത്രിയായിരുന്ന അഹീതോഫേൽ, ഒരു കാര്യം പറഞ്ഞാൽ അഹീതോഫേലിന്റെ ആലോചനകൾ കൊണ്ട് അനേകരെ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു മന്ത്രിയായിരുന്നു അഹീതോഫേൽ. 2 ശമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. ദാവീദിനും അബ്ശാലോമിനും അഹീതോഫേലിന്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അഹീതോഫേൽ ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അതിന് എതിർവാക്കുകളില്ലായിരുന്നു. കാരണം ബുദ്ധിയോടുകൂടെ ബുദ്ധിമാനായി നിന്ന് പല കാര്യങ്ങൾക്കും അഭിപ്രായങ്ങൾ, ഗൈഡൻസ് കൊടുക്കുന്ന നല്ലൊരു മന്ത്രിയായിരുന്നു അഹീതോഫേൽ. എന്നാൽ ഇപ്പോൾ ദാവീദ് അഹീതോഫേലിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറുവാനുള്ള ഒരു കാരണം, അബ്ശാലോം ദാവീദിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ
മന്ത്രിയായ അഹീതോഫേൽ ദാവീദിന്റെ കൂട്ടത്തിൽ നിന്ന് മാറി അബ്ശാലോമിന്റെ കൂട്ടുകൂടി. അങ്ങനെ അബ്ശാലോമിന്റെ കൂട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്നുള്ള അറിവ് ദാവീദിനെ നല്ലതുപോലെ വേദനിപ്പിച്ചു. എന്നാൽ അത് പറയാനൊരിടമില്ല. ആ സങ്കടം തനിക്ക് അറിയിപ്പാൻ ആരുമില്ല. അതെല്ലാം ഉള്ളിൽ പേറിക്കൊണ്ട് ദാവീദ് കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറുകയാണ്. ഞാൻ ഇന്നത് പറയുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കെതിരെ ആലോചനകൾ നടത്തുന്നുണ്ട്. ആ നീക്കങ്ങൾ ബുദ്ധിയുള്ളതായിരിക്കാം. വളരെ ആലോചിച്ചും എല്ലാം പല കാര്യങ്ങൾ നമുക്കെതിരെ പലരും ചെയ്യുമ്പോൾ വിഷാദത്തോടുകൂടെ പലതിനും നേരെ നിൽക്കാൻ പോലും ത്രാണിയില്ലാതെ വിഷമിക്കുന്ന അനേക ദൈവമക്കളെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് അവരുടെ ഓഫീസുകളിൽ നിന്ന് ചിലർ അവർക്കെതിരായി തിരിയുന്നു. അനേകർ വളരെ ബുദ്ധിയോടുകൂടെ പല കുതന്ത്രങ്ങൾ ഒപ്പിക്കുന്നു. ചിലർക്ക് സ്വന്തം ഭവനത്തിൽ തന്നെ അഹീതോഫേലിനെ പോലെ എതിരായി തിരിഞ്ഞു നിന്നുകൊണ്ട് തങ്ങൾക്കെതിരെ, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ ആലോചനകളും ബുദ്ധികളും എല്ലാം പറഞ്ഞു കൊടുക്കുന്ന അഹീതോഫേലുമാർ ചിലർക്ക് അവരവരുടെ ഭവനങ്ങളിലുണ്ട്, ജോലി സ്ഥലത്തുണ്ട്, അയൽവക്കങ്ങളിലുണ്ട്. ഇങ്ങനെ എല്ലാ രംഗത്തും നാം നോക്കുമ്പോൾ നമ്മുടെ എല്ലാം പലരുടെയും ജീവിതത്തിൽ അഹീതോഫേലിനെ പോലെ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. നമുക്കെതിരെ ആലോചന പറയുവാൻ, നമുക്കെതിരെ പല തന്ത്രങ്ങൾ നീക്കുവാൻ, കുരുക്കുകൾ ഒപ്പിക്കുവാൻ, കെണിയും കയറും ഒപ്പിക്കുവാൻ, വയലകൾ വിരിക്കുവാൻ, ഭാവിയുടെ അനുഗ്രഹങ്ങളെ തടയുവാൻ, ഭാവിയുടെ നന്മകളെ തടയുവാൻ, നമ്മുടെ മുഖത്തെ പ്രസാദം ഇല്ലാതാക്കുവാൻ, നമ്മുടെ കരുത്തില്ലാതാക്കുവാൻ പലപ്പോഴും അഹീതോഫേലിനെ പോലെ ശക്തി പലരിൽ കൂടെ എഴുന്നേറ്റ് വരുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അനേക ദൈവമക്കളുടെ അനുഭവം എതിർത്ത് നിൽക്കാൻ ത്രാണിയില്ലാത്ത അനുഭവമാണ്. എതിരെ നിൽക്കാൻ ശക്തിയില്ല. അന്ന് ദൈവത്തിന്റെ വചനത്തിൽ ആ യഹോശാഫാത്തിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ എതിർക്കാൻ ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്ന് അറിയാത്ത സാഹചര്യങ്ങൾ ഇല്ലേ ദൈവം ഇതിലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയിട്ടില്ലേ? എതിർക്കാനൊട്ട് അറിയുകയുമില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയാത്ത നിസ്സഹായതയുടെ അനുഭവങ്ങൾ. ഇങ്ങനെ ഒരു സാഹചര്യം ദാവീദ് തന്റെ ജീവിതത്തിൽ അഹീതോഫേലുമായിട്ടുള്ള ബന്ധത്തിൽ നേരിട്ടപ്പോൾ ദാവീദ് ഒരു കാര്യം ചെയ്തു. നിത്യനായ ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യഹോവേ, അഹീതോഫേലിന്റെ ആലോചന അബദ്ധമാക്കുവാൻ നിനക്ക് കഴിയും. ഈ ഭൂമിയിൽ ആർക്കും സാധിച്ചില്ലെങ്കിലും ദൈവമേ, നിനക്കത് കഴിയും. എന്നാൽ 1 ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം കാണുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. യഹോവ അഹീതോഫേലിന്റെ ആലോചനയെ അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. ഒരു ഭക്തൻ കരയുമ്പോൾ, ഒരു ദൈവവൈതൽ വേദനയോടുകൂടെ കരയുമ്പോൾ സ്വർഗം ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. സ്വർഗം എടുത്ത തീരുമാനം മറ്റൊന്നും ആയിരുന്നില്ല. അഹീതോഫേലിന്റെ ആലോചന നല്ലതെന്ന് ഈ ഭൂമിയിൽ ആർക്കെല്ലാം തോന്നിയിരുന്നെങ്കിലും ഒരു ദൈവവൈതന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. ഞാൻ അനുഭവത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ വാക്കുകൾ പറയുന്നത്. നമുക്കെതിരെയുള്ള ശത്രുവിന്റെ നീക്കങ്ങളെ അബദ്ധമാക്കുവാൻ തീരുമാനമെടുക്കുന്ന സ്വർഗം. നമ്മുടെ കണ്ണുനീർ യേശുവിന്റെ പാദത്തെ നനയ്ക്കുമ്പോൾ, യേശുവിന്റെ തിരുസന്നിധിയിൽ ഈ ലോകത്തിൽ നമ്മെ ചുറ്റിപ്പറ്റുന്ന വേദനകൾ എല്ലാം പേറി നാം നിസ്സഹായതയോടെ നിലവിളിക്കുമ്പോൾ നമുക്കെതിരെ നിൽക്കുന്ന ശക്തികളെ നിർവീര്യമാക്കുന്ന ഉയരത്തിലെ കരങ്ങൾ, താണുവന്ന് പ്രവർത്തിക്കുന്ന കരങ്ങൾ, ഒരു ദൈവവേദനു വേണ്ടി താണിറങ്ങി വരുന്ന സ്വർഗവും സ്വർഗത്തിലെ ദൂതന്മാരും. ദൈവത്തിന് സ്തോത്രം. യഹോവ അഹീതോഫേലിന്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ നിശ്ചയിച്ചിരുന്നു. ഞാനും എൻ്റെ ജീവിതത്തിൽ ഈ കാലങ്ങളെല്ലാം ഞാൻ ദൈവത്തോട് നിലവിളിച്ച ഒരു കാര്യമുണ്ട്. യഹോവേ, അഹീതോഫേലിന്റെ ആലോചന, നല്ല ആലോചന വ്യർത്ഥമാക്കുവാൻ സ്വർഗം നിശ്ചയിച്ചതുപോലെ നിസ്സാരരായ ഞങ്ങൾക്കും ഞങ്ങളുടെ ശുശ്രൂഷകൾക്കും എതിരായി ശത്രു ശക്തിയോടെ എഴുന്നേറ്റ സമയങ്ങളിലെല്ലാം യേശുവിന്റെ തിരുസന്നിധിയിൽ ഏകാന്തതയിലിരുന്ന് നിലവിളിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം. യഹോവേ, അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് ദാവീദ് നിലവിളിച്ചതുപോലെ ഞങ്ങൾ കുടുംബമായിരുന്ന് പ്രാർത്ഥിച്ച പല സന്ദർഭങ്ങളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്തിൽ എഴുതി വെച്ചിരു. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 23-ാമത്തെ വാക്യം, എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാരും ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്നു മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തുവെന്ന്. അഹീതോഫേലിന്റെ ആലോചനകൾ
ദൈവത്തിന് സ്തോത്രം, നടക്കുവാൻ സ്വർഗം സമ്മതിച്ചില്ല. ദൈവം ഇതിലെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഭാവിയെ തകർക്കുന്ന, നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയെ തകർക്കുന്ന, നമ്മുടെ ഭാവിയെ ആകമാനം ബാധിക്കുന്ന ശത്രുവിന്റെ ആലോചനകളുടെ മുമ്പിൽ പ്രതികാരത്തിന് നാം നിൽക്കേണ്ട കാര്യമില്ല. നാം സ്വർഗത്തിന്റെ വകയാണെങ്കിൽ സ്വർഗത്തിന്റെ സമ്പത്തിനെ സൂക്ഷിക്കുവാൻ ബാധ്യതയുള്ളവനായൊരു ദൈവമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ യേശു ക്രിസ്തു ആർക്കും കടക്കാരനല്ല. യേശു ക്രിസ്തു അവൻ ആർക്കും ബാധ്യതയല്ല, ബാധ്യസ്ഥനുമല്ല. തന്റെ കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ തലമൂടി ചെരുപ്പിടാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന വഴികളിൽ കണ്ണുനീരൊപ്പാൻ പിറകെ വരുന്ന ഒരു ദൈവമുണ്ട്. കണ്ണുനീർ തൂകുന്ന വഴികളിൽ തന്റെ കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, നിനക്ക് ഞാനുണ്ട് എന്ന് പറയാൻ അരികത്ത് ഓടി അണയുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവമക്കളെ, ഇത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ മഹാവ്യാധിയുടെയും ഈ മാരിയുടെയും നടുവിൽ നിങ്ങൾ ആരെല്ലാം നിസ്സഹായതയോടെ കരയുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദാവീദ് നിലവിളിച്ചതുപോലെ നമുക്കും ദൈവസന്നിധി തീരുമാനമെടുക്കാം. സങ്കടങ്ങളെല്ലാം പേറി യേശുവിന്റെ പാദത്തിലേക്ക് ചെല്ലുക, അവനോട് തന്നെ എല്ലാം പറയുക. ദൈവത്തിന് സ്തോത്രം. ദാവീദ് അനുഭവിച്ച ഒട്ടനവധി കാര്യങ്ങൾ തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പകച്ചവരുടെ നടുവിലും ഉപദ്രവിച്ചവരുടെ നടുവിലും തനിക്ക് എതിരായി നിന്നവരുടെ നടുവിലും എല്ലാം ദൈവം ദാവീദിന് കൊടുത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. 118 സങ്കീർത്തനം അതിന്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 118 സങ്കീർത്തനം 5 വാക്യം വായിക്കുമ്പോൾ ദാവീദ് പറയുന്നുണ്ട്, ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കിയെന്ന്. നാം കരയുമ്പോൾ ഞെരുക്കത്തിലിരുന്നുകൊണ്ടായിരിക്കും കരയുന്നത്. കാണുമ്പോൾ അനേകർക്ക് ഒരു പുച്ഛം, ഒരു പരിഹാസം. പക്ഷേ ദാവീദ് ഞെരുക്കത്തിലിരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കിയെന്ന്. പിന്നീട് ദാവീദ് തന്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ വിശാലതകളിലേക്കെല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിച്ചുവെന്ന്. കാരണം 118 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചുവെന്ന്. ദാവീദ് തന്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ തന്റെ ജീവിതത്തിൽ ചിലപ്പോഴെല്ലാം ആ ഗുഹയിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെയും സന്തോഷങ്ങളുടെയും നടുവിലിരുന്നുകൊണ്ട് നോക്കുമ്പോൾ ചില സമയത്തെല്ലാം ദാവീദ് കണ്ടു തന്റെ നേരെ ശൗലിന്റെ കയ്യിൽ നിന്ന് കുന്തം ഓങ്ങി വരുന്നത്, അബ്ശാലോം കൂട്ടുകെട്ടുണ്ടാക്കുന്നത്, അഹ്വീതോഫേലിന്റെ കുശുകുശുപ്പ്, അതുപോലെ തനിക്കെതിരെ പൂഴിയും മണ്ണും വാരിയെറിഞ്ഞുകൊണ്ട് പിന്നാലെ ശപിച്ചും പ്രാഗി വന്ന ആ മനുഷ്യന്റെ ശബ്ദം, ഇതെല്ലാം ദാവീദിന്റെ ചെവികളിൽ വന്ന് അലയടിച്ചു കാണും. കുന്തം നേർക്കുനേരെ വരുന്ന അനുഭവം. എന്നാൽ ദാവീദ് ശാന്തനായിരുന്ന ദൈവത്തോട് പറഞ്ഞു, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ശത്രുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട്, ഉപദ്രവിച്ച ദുഷ്ടന്റെ കരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്പോൾ ദാവീദ് പാടുകയാണ്, ഞാൻ വീഴാനല്ലേ നീ എന്നെ തള്ളിയത്, ഞാൻ ഒരിക്കലും എഴുന്നേൽക്കാതിരിക്കാനല്ലേ നീ എനിക്ക് വലവിരിച്ചത്, ഞാൻ ഒരിക്കലും നിവർന്നു നിൽക്കാതിരിക്കുവാനല്ലേ നീ എനിക്ക് തടയിട്ടത്. എന്നാൽ ദാവീദ് ശത്രുവിനോട് പറയുന്നു, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഞാൻ ഇന്ന് സമാധാനത്തോടുകൂടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് പറയും, വീഴുവാൻ ശത്രു തള്ളിയ അനേക രംഗങ്ങൾ, നിലം പരിചാക്കുവാൻ തള്ളിയ അനേക രംഗങ്ങൾ. എന്നാൽ എന്റെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അന്ധകാരത്തെ പ്രകാശമാക്കി തരുന്ന ജീവനുള്ള ദൈവം അവനെന്റെ മുമ്പിലെ ഇരുട്ടിനെ പ്രകാശമാക്കി തന്നു, നടപ്പാതകൾ ഒരുക്കി തന്നു, മുന്നോട്ട് പോകുവാനുള്ള വഴികൾ പറഞ്ഞു തന്നു, ഒരുക്കി തന്നു. ജീവനുള്ള ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കും കുടുംബമായി പറയാൻ കഴിയും, വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളിയാലും വീഴാതെ വണ്ണം കാക്കുന്ന സ്വർഗത്തിലെ നിത്യനായ ദൈവത്തിന്റെ കരങ്ങൾ. ഈ തിരുവചനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, യഹോവയുടെ കരുണ തന്റെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും കഴുകിന്റെ ചിറകുപോലെയും കോഴിയുടെ തൂവൽ പോലെയുമാണെന്ന് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു. പലപ്പോഴും സ്വർഗത്തിലെ ദൈവം പറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് താണിരുന്ന സമയങ്ങളിൽ, നടക്കാൻ ത്രാണിയില്ലാത്ത രംഗങ്ങളിൽ, കാലുകൾ വേച്ചു പോകുന്നു എന്ന് പറഞ്ഞ രംഗങ്ങളിൽ സ്വർഗത്തിലെ ദൈവം കഴുകിന്റെ ചിറകുപോലെ തന്റെ കരുണയുടെ കരം ഞങ്ങൾക്ക് കീഴെ വിടർത്തി പിടിച്ചിട്ട് ആ ശക്തമുള്ള കരങ്ങളിൽ ഞങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പറന്നു നടന്ന കാലങ്ങളായിരുന്നു ഈ കാലങ്ങൾ. സ്വർഗം ഞങ്ങളെ തന്റെ ചിറകിൽ വെച്ച് പറന്നു നടന്നു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും കോഴിയുടെ തൂവൽ പോലെ ശത്രു കാണാതെ ഒരു കഴുക് ഉയരെ പറക്കുമ്പോൾ കോഴി തന്റെ കുഞ്ഞുങ്ങളെയെല്ലാം ശബ്ദമുണ്ടാക്കി അരികെ വിളിച്ച്
തൻ്റെ തൂവലുകൾക്കിടയിൽ ആ കുഞ്ഞുങ്ങളെയെല്ലാം മറച്ചു വെടിക്കുന്നത് പോലെ ഞങ്ങൾ അനുഭവിച്ചു. യേശുക്രിസ്തുവിന്റെ കൃപയും കരുണയും തൂവൽ പോലെ ഞങ്ങളെ മറച്ചു പിടിച്ച രംഗങ്ങൾ, ഒതുക്കിപ്പിടിച്ച് കാത്ത രംഗങ്ങൾ, സമാധാനം തന്ന് തഴുകി തലോടി നടത്തിയ സമയങ്ങൾ, ഇതെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ വാക്കുകളിൽ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. എത്ര സ്തുതിച്ചാലും ദൈവസ്നേഹം വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. എത്ര വർണ്ണിച്ചാലും തീരാത്ത കടപ്പാട് എൻ്റെ കർത്താവിനോട് എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. 62-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീനെന്ന്. ഇന്നെനിക്ക് ജീവിതത്തിൽ മുഴുവൻ ഒരു സമർപ്പണമേ ഉള്ളൂ. ഈ ഭൂമിയിൽ എന്തെല്ലാം മാറിയാലും ആരെല്ലാം മാറിയാലും മാറ്റമില്ലാത്ത ഒന്ന്, അത് യേശുക്രിസ്തുവിന്റെ സ്നേഹം മാത്രമാണ്. യേശുക്രിസ്തു ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാത്തപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നല്ലതുപോലെ ഞങ്ങൾ അനുഭവിച്ചു. ദൈവത്തെ മാത്രം വിളിക്കാൻ എന്നെ യേശു പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ തീരുമാനമെടുക്കുക. സങ്കടം വരുമ്പോഴും വിഷാദം വരുമ്പോഴും നിരാശ വരുമ്പോഴും വഴികൾ അടയുമ്പോഴും വാതിലുകൾ അടയുമ്പോഴും അനേകർ പകയ്ക്കുമ്പോഴും അനേകർ എതിർക്കുമ്പോഴും അനേകർ എതിരായി തിരുമ്പോഴും നമുക്ക് നിലവിളിക്കാൻ യേശുവിന്റെ തിരുസന്നിധി മാത്രമേ ഉള്ളൂ. ദാവീദ് നിലവിളിച്ചതുപോലെ ഞാൻ എൻ്റെ സങ്കടം ദൈവത്തോട് അറിയിക്കും. ഞാൻ അവന്റെ മുമ്പിൽ എൻ്റെ ഹൃദയം പകരും. ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകരുന്നത് പോലെ ദൈവത്തിന് മഹത്വം. ഒരു നിറഞ്ഞ പാത്രത്തിൽ നിന്ന് അടുത്ത് ഒരു ഒഴിഞ്ഞ പാത്രം വെച്ച് ആ നിറഞ്ഞ പാത്രത്തിൽ നിന്ന് ഒഴിഞ്ഞ പാത്രത്തിലേക്ക് വെള്ളമോ പാലോ എണ്ണയോ പകരുന്നത് പോലെ ദാവീദ് ദൈവസന്നിധി ചെന്നിരുന്ന് നിറയെ ദുഃഖമുള്ള നിറഞ്ഞ വേദനകളുള്ള തന്റെ ഹൃദയം ദൈവകരങ്ങളിലേക്ക് പകരാൻ തുടങ്ങി. പകരും തോറും ദാവീദിന്റെ ഹൃദയത്തിലെ സങ്കടങ്ങൾ കുറഞ്ഞു, വേദനകൾക്ക് ആശ്വാസം വന്നു, സങ്കടങ്ങൾക്കെല്ലാം പൊറുതി വന്നു. അതാണ് ദാവീദ് അനുഭവിച്ചത്. ഇന്ന് അത് അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരട്ടെ. ദൈവത്തിന് സ്തോത്രം. 1, ആരാണ് നിലവിളിക്കുന്നത്? 2, ആരോടാണ് നിലവിളിക്കേണ്ടത്? 3-ാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നാം നിലവിളിക്കുന്നത്? നാം വായിക്കുന്നുണ്ട് 50-ാമത്തെ സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം. ദൈവത്തിന് സ്തോത്രം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന്. 3-ാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നാം ദൈവത്തോട് നിലവിളിക്കേണ്ടി വരുന്നത്? കഷ്ടകാലത്ത് ദൈവത്തെ വിളിച്ചാൽ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. വിടുതൽ എന്ന് പറയുമ്പോൾ ലോകപ്രകാരം രോഗം മാറി എല്ലാ ഐശ്വര്യങ്ങളും വന്ന് എല്ലാ തരത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരനുഭവമല്ല വിടുതൽ എന്ന് പറയുമ്പോൾ. ഏത് പ്രയാസങ്ങളുടെ നടുവിലാണെങ്കിലും ധാരാളമായ ദൈവകൃപ അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു നിമിഷമാണ് ഒരു ദൈവവേദനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിലെ വിടുതലിന്റെ കാലം. ചുറ്റുപാടിൽ രോഗമുണ്ട്, പ്രയാസങ്ങളുണ്ട്, പലതരത്തിലുള്ള ദുഃഖങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും വലിയൊരു സമാധാനം ഹൃദയത്തിനകത്ത്. എനിക്ക് ഒരു ഉടമസ്ഥനുണ്ടെന്നുള്ള ഒരു ധൈര്യം, എൻ്റെ കാര്യം നോക്കാൻ ഒരുവനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ്, എന്നെ മുഴുവനായിട്ടും ഏറ്റെടുത്ത ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ധൈര്യം. തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ എൻ്റെ തലയിലെ ഒരു തലമുടി നാരിഴ പോലും പൊഴിയുമ്പോൾ അത് ദൈവം അറിയുന്നുണ്ടെന്നുള്ള പൂർണ്ണമായ ധൈര്യം. ഇന്ന് ആ ഉറപ്പ് കൃപയാൽ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ യേശു കർത്താവ് അറിയാതെ എൻ്റെ തലയിൽ നിന്ന് ഒരു തലമുടി നാരിഴ പോലും കൊഴിയുന്നില്ല. കർത്താവ് അറിയാതെ ഒരു കരവും എൻ്റെ മേൽ നിന്ന് വലിച്ചു മാറ്റപ്പെടുന്നില്ല. കർത്താവ് അറിയാതെ എന്നെ ആര് പകച്ചാലും നിന്ദിച്ചാലും അതിൽ മുഴുവനായും യേശുവിൻ്റെ അറിവുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന്. ദൈവത്തിന് സ്തോത്രം. 94-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് നാം വായിച്ച വേദഭാഗമാണല്ലോ അത്. നാം സങ്കീർത്തനത്തിൽ വായിച്ചു, നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട സമയങ്ങളിൽ ഇപ്പോൾ ഏതാണ്ട് 1 വർഷമായി ഈ മഹാവ്യാധി വന്നു. എന്നാൽ ഈ വ്യാധിയുടെ എല്ലാം തുടക്കത്തിൽ വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്റെ ജീവനുള്ള തിരുവചനത്തിലൂടെ കർത്താവ് ഞങ്ങൾക്ക് തന്ന ഒരു ഉറപ്പായിരുന്നു, ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ദുഷ്കർമ്മികളുടെ നേരെ ആർ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നീതികേട് പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും? യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ
യഹോവേ, നിന്റെ ദയ എന്നെ താങ്ങി. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യതയുണ്ടാകുമോ? നീതിമാന്റെ പ്രാണന് വിരോധമായി അവർ കൂട്ടം കൂടുന്നു. കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലമായ എന്റെ ദൈവവുമാകുന്നു. അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും. അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും. നമ്മുടെ ദൈവമായ യഹോവ അവരെ സംഹരിച്ചു കളയും. ധാരാളം ദൈവവചനം തന്റെ വചനത്തിലൂടെ നിത്യനായ ദൈവം ഈ കാലങ്ങളിൽ ഹൃദയത്തിലേക്ക് പകർന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സഹായമായി നിൽക്കുന്ന ഒരു ദൈവം, എന്നെ വിടുവിക്കാൻ ശക്തനായൊരു ദൈവം, ദുഷ്കർമ്മികളുടെ നേരെ എനിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ ഒരു ദൈവം, നീതികേട് പ്രവർത്തിക്കുന്നവരോട് എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കുവാൻ ഒരു ദൈവം എനിക്കുണ്ട്. നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നാം ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചു കൊടുത്താൽ നമുക്കും പറയാം, കർത്താവെ, ദുഷ്കർമ്മം എനിക്കെതിരെ ദുഷ്കർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടി ആര് എഴുന്നേൽക്കുമെന്ന് നാം നിത്യനായ ദൈവത്തോട് ചോദിച്ചാൽ നിത്യനായ ദൈവം പറയും, മകനെ, മകളെ, ദുഷ്കർമ്മികളുടെ നേരെ നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കും. നീതികേട് പ്രവർത്തിക്കുന്നവരോട് എനിക്ക് വേണ്ടി ആരെതിർത്ത് നിൽക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിത്യനായ ദൈവത്തോട് ചോദിച്ചാൽ, കർത്താവെ, എനിക്കെതിരെ നീതികേട് പ്രവർത്തിക്കുന്നവരോട്, ഒട്ടും നീതിയില്ലാതെ തികച്ചും അനീതിയോടുകൂടെ എനിക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് ആര് എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കുമെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ ദൈവം നമുക്കിന്നൊരു മറുപടിയുമായി വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എതിർത്ത് നിൽക്കും, നിനക്ക് വേണ്ടി ഞാൻ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ധൈര്യമാണ് ഞങ്ങളെയും കുടുംബമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഒരു സ്വർഗമുണ്ട്, ഞങ്ങൾക്കൊരു ജാമ്യക്കാരനുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലുണ്ട്. നിത്യനായ ദൈവം, തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നവനായ ദൈവം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന്. ഇന്ന് ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു വാക്കേ പറയാനുള്ളൂ. ഗുഹയിൽ കിടന്നുകൊണ്ട് ദാവീദ് ഉറക്കെ നിലവിളിച്ചു. ഉറക്കെ ദാവീദ് കരഞ്ഞു, ബലമില്ലാതാകുവോളം കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കഷ്ടത വന്നപ്പോഴും വിഷാദം വന്നപ്പോഴും എല്ലാം ദാവീദ് നിത്യനായ ദൈവത്തെ വിളിച്ചു. വീണ്ടും ദാവീദ് നിലവിളിച്ച ഒരു കാര്യം, ഒരു സാഹചര്യങ്ങളുകൂടെ ഈ മഹാമാരിയുടെ നടുവിൽ അതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദാവീദിന്റെ കാലത്ത് തുടരെ പലപ്പോഴും ക്ഷാമമുണ്ടായ സംഭവം നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പലപ്പോഴും ദാവീദിന്റെ കാലത്ത് ക്ഷാമം വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 2 ശമൂവേലിന്റെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ഉണ്ടായൊരു ക്ഷാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ക്ഷാമത്തിന്റെ കാരണം എല്ലാം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തിരുവചനത്തിൽ പറയുന്ന മറ്റൊരു സംഭവമുണ്ട്. ദാവീദ് ദൈവഹിതത്തിനെതിരായി നിന്നുകൊണ്ട് ജനത്തെ എണ്ണിയപ്പോൾ അന്ന് ദാവീദിന്റെ കാലത്ത് വീണ്ടും ദൈവകോപം ഇസ്രായേലിന്റെ നേരെ വന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ജനത്തെ എണ്ണുവാൻ സ്വർഗം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ദൈവഹിതത്തിനെതിരായി ദാവീദ് ജനത്തെ എണ്ണി. ദൈവജനം, ഇസ്രായേൽ ജനം, അവർ വീണ്ടും ദൈവകോപത്തിനിരയായി. ആ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട്, യഹോവയോട് ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. ദാവീദ് വലിയൊരു നിലവിളിയായി ദൈവസന്നിധിയിൽ വരുന്ന ഒരു സംഭവമാണ് 2 ശമൂവേലിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കാണുന്നത്. അതിന്റെ 14-ാം വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ വലിയ വിഷമത്തിൽ ആയിരിക്കുന്നു. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവന്റെ കരുണ വലിയതല്ലോ. മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് ദാവീദ് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്. ഇതേതാണ് കാരണം? ജനത്തിൽ വലിയൊരു വ്യാധി വന്നു, ജനത്തിന്റെ മേൽ വലിയൊരു ബാധ വന്നു. അവിടെ പറയുന്നുണ്ട്, അവിടെ ജനത്തിന്റെ മേൽ വലിയൊരു ബാധ വന്ന ആ സമയത്ത് ദാവീദ് നിലവിളിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈനീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ പറയുന്നുണ്ട്, ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടു എന്ന്. ഇന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക,
ജനത്തെ ബാധിക്കുന്ന ദൂതനെ കാണുന്നവരായി ഈ കാലഘട്ടത്തിൽ നിൽക്കുവാൻ, ഈ കോവിഡിന്റെ മഹാഭീതിയിൽ ദേശം വഷളാകുമ്പോൾ, സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതവണ്ണം വഷളായി തീർന്ന ഈ സമയങ്ങളിൽ നമുക്ക് ചെയ്യാനൊരു കടപ്പാടുണ്ട്. ദാവീദ് കണ്ടു ജനത്തെ ബാധിക്കുന്ന ദൂതനെ. ഇന്ന് നാം നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്ന് ഒരുപക്ഷെ നമുക്കോ എനിക്കോ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ ഭർത്താവിനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്കോ ഈ കോവിഡിന്റെ ബാധ വന്നില്ലെങ്കിലും നമുക്ക് ചുറ്റുപാടുകളിൽ അനേകർ വലയുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ മീറ്റിങ്ങുകളിലെല്ലാം പറഞ്ഞതുപോലെ അനേക കുടുംബങ്ങൾ ഇന്ന് തീരാ കണ്ണുനീരിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ മഹാവ്യാധിയുടെ നടുവിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാർ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാർ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, മക്കളെ നഷ്ടമായ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ അപ്പനെയും അമ്മയെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇങ്ങനെയെല്ലാം വിലപിക്കുന്ന അനേകരുണ്ട്. അന്ന് ജനത്തെ ബാധിക്കുന്ന ദൂതനെ കണ്ടപ്പോൾ ദാവീദ് ഒന്ന് ചെയ്തു. ആരെയും കുറ്റപ്പെടുത്താൻ നിന്നില്ല, ആരെയും പായിക്കാനോ ഒറ്റപ്പെടുത്താനോ നിന്നില്ല. ദാവീദ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു കർത്താവിനോട് പറയുന്നുണ്ട്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എൻ്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഭക്തനായ ദാവീദ് ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവെ, ഞാനാണ് പാപം ചെയ്തത്, ഈ ജനം എന്ത് ചെയ്തു? നമുക്കും ഇന്ന് വാസ്തവത്തിൽ ഈ വ്യാധിയുടെ നടുവിൽ നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവെ, നിന്റെ കൈ ദേശത്തിന്റെ മേൽ അനുകമ്പയോടുകൂടെ വയ്ക്കുവാൻ, രോഗബാധിതരുടെ മേൽ വയ്ക്കുവാൻ, ഈ മഹാവ്യാധികളുടെ നടുവിൽ വലയുന്നവരുടെ മേൽ നിന്റെ കരം വയ്ക്കുവാൻ കർത്താവെ കരുണ ചെയ്യണമെന്ന്. അനേകർ വലിയ വലിയ വിഷമങ്ങളെ നേരിടുമ്പോൾ നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാം. അന്ന് ദാവീദ് യെബൂസ്യനായ അരവനയുടെ കളത്തിൽ ഒരല്പ ഇടം വില കൊടുത്തു വാങ്ങി. അവൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യാഗം കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവിടെ ദാവീദ് യഹോവയ്ക്ക് അവിടെ യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു എന്ന്. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിന് വിട്ടുമാറുകയും ചെയ്തു. 24-ാമത്തെ അധ്യായം 2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്കിന്ന് ഉറക്ക നിലവിളിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നിയെല്ലാം കർത്താവെ യാഗമൊരുക്കിക്കൊണ്ട് എന്നെ തന്നെ ഒരു യാഗവസ്തുവായി യാഗപീഠത്തിന്മേൽ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ ദേശത്തെ ബാധയ്ക്ക് എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ കർത്താവെ എന്നിലെ തെറ്റുണ്ടോ? നമുക്ക് വിനയപ്പെടാം. ആരെയും പകയ്ക്കാതെ, ആരെയും പഴിചാരാതെ, ആരെയും കുറ്റപ്പെടുത്താതെ ഇപ്പോൾ വലയുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാം. അരവനയുടെ കളം വില കൊടുത്തു വാങ്ങി അവിടെ യാഗപീഠം പണിതവനായ ദാവീദിനെ പോലെ നമുക്ക് നമ്മുടെ ഹൃദയം നിത്യനായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. കർത്താവെ, ബാധ നിർത്തലാകുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ കർത്താവെ, ഇന്ന് അനേക രംഗങ്ങൾ തകർന്നപ്പോൾ, അനേകർ ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കുമെന്ന് നീതിയോടെ സത്യസന്ധതയോടുകൂടെ കർത്താവെ നിന്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് സ്വർഗം ഞങ്ങൾക്ക് തന്ന കൽപ്പനകളെ പാലിച്ചുകൊണ്ട് നിൽക്കുമെന്നൊരു സമർപ്പണം നമുക്ക് എടുക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദാവീദ് നിലവിളിച്ചതുപോലെ, കർത്താവെ, ഗുഹയിലിരുന്നു കൊണ്ട് വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ല, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല എന്ന് ദാവീദ് നിലവിളിച്ചു. നമുക്കും ദൈവത്തോട് പറയാം, കർത്താവെ, സങ്കടമുള്ളതുകൊണ്ട് ഞങ്ങൾ നിലവിളിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾക്ക് നീയല്ലാതെ ഒരിടമില്ല. കർത്താവെ, ചിലർ രഥത്തിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. കർത്താവെ, ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ കഴിയുന്ന പ്രഭുക്കന്മാരില്ല, ആശ്രയിക്കാൻ കൊള്ളാകുന്ന മനുഷ്യരില്ല. എന്നാൽ ആശ്രയിക്കുമ്പോൾ അടർത്തി മാറ്റാത്ത, ആശ്രയിച്ച് ചെല്ലുമ്പോൾ ആ കൊമ്പിനെ പിടിച്ച്, യേശുവാകുന്ന കൊമ്പിനെ പിടിച്ച് ചെല്ലുമ്പോൾ പിടിച്ചു മാറ്റാത്തവനായ ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. ഈ ഭൂമിയിൽ അനേക കൊമ്പുകളിൽ നാം പിടിക്കാൻ ചെല്ലുമ്പോൾ തട്ടി മാറ്റിയെന്ന് വന്നേക്കാം, ഒഴിപ്പിച്ചു വിട്ടുവെന്ന് വന്നേക്കാം. എന്നാൽ നാം പിടിക്കുമ്പോൾ അടർന്നു പോകാത്ത ഒരേ ഒരു കൊമ്പേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന ആ കൊമ്പിനെ മുറുകെ പിടിക്കാം. അടർത്തി മാറ്റാത്ത കൊമ്പിൽ, ഇലിഞ്ഞു പോകാത്ത ആ കൊമ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പറയാം, കർത്താവെ, ഞങ്ങളുടെ ആശ്രയമായ ദൈവമേ എന്ന്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അവിടുത്തെ തിരുവചനത്തിൽ പറയുന്നത് പോലെ, ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പീൻ. നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം, മുഴുവനായും ആശ്രയിക്കാം. കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ ഈ ബാധയിൽ നിന്ന് വിടുവിക്കണമേ, ഞങ്ങൾക്ക് സ്വസ്ഥത തരണമേ, ഞങ്ങൾക്ക് സമാധാനം തരണമേ, ഞങ്ങളുടെ
ഞങ്ങളുടെ മേൽ നിന്റെ കൃപയുടെ കരം വെക്കണമേ. ഞങ്ങളുടെ കണ്ണുനീരിനെ കാണണമേ. ഞങ്ങളെ മറികടന്ന് പോകല്ലേ കർത്താവേ. നമുക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ഗാനം കേൾക്കാം. പാടുന്നത് കേണിച്ചിറയിലുള്ള ക്രിസ്റ്റ ജിമോൻ. തുടർന്ന് എത്രയും ബഹുമാനപ്പെട്ട ശ്രീ VM എൽദോസ് തിരുവചനം ഘോഷിക്കുന്നു.
ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവ സന്നിധിയിലായിരിക്കാൻ, തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ വീണ്ടും ഒരിക്കൽ കൂടെ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുകയാണ്. 91 സങ്കീർത്തനം 10 വാക്യം ധ്യാനത്തിനായി നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കുവാനായി തലകളെ വണക്കാം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, അനർത്ഥം തട്ടാതെ വണ്ണം ഞങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് ബാധകളെ അകറ്റിത്തരുന്ന ജീവനുള്ള ദൈവമേ, അവിടുത്തെ കരുണയുള്ള കരത്തിൻ്റെ കീഴിൽ നിസ്സാരരായ ഞങ്ങൾ അല്പം ചില മിനിറ്റുകൾ കൂടെ ചേർന്നിരിക്കട്ടെ. സ്വർഗം ഞങ്ങളെ സന്ദർശിക്കണമേ, ബാധകൾ മാറ്റിത്തരണമേ, കൃപയുടെ വലയത്തിൽ ഞങ്ങളെ പൊതിയണമേ. ആണിപ്പാടുള്ള മുറിഞ്ഞ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിസ്സാരനായ അടിയനെ കുറവുകൾ കണക്കിടാതെ അവിടുത്തെ വചനം പറയാൻ അവിടുത്തെ കൃപ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുനഃനാമം മാത്രം ഉയരുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. 91 സങ്കീർത്തനം 10 വാക്യമാണ് നാം ധ്യാനത്തിനായി വായിച്ച് കേട്ടത്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന, സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുന്ന ഒരു ദൈവോചനം ലഭിക്കുന്ന സ്വർഗീയ സംരക്ഷണത്തെക്കുറിച്ചാണ് 91 സങ്കീർത്തനം നാം വായിക്കുന്നത്. ഒരു വലിയ അനർത്ഥം ഈ ഭൂപ്പരപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ രോഗബാധയാൽ, കോവിഡ് ബാധയാൽ ഏറ്റവും വലയുന്നതായ ഈ സമയത്ത് മനുഷ്യ കൂടാരങ്ങളിലേക്ക് കടന്നു കയറുന്ന ബാധകളെക്കുറിച്ച് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബാധകൾ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ദുരിതങ്ങൾ, മനുഷ്യനെ വലയ്ക്കുന്ന എല്ലാ തരത്തിലുമുള്ളതായ ദുരിതങ്ങൾ, രോഗങ്ങൾ, വ്യാധികൾ, മുറിവ്, കഷ്ടതകൾ, ആപത്തനർത്ഥങ്ങൾ, കൂടാതെ ക്ഷാമങ്ങൾ, വന്ധ്യത, ഭീതി, വിളനാശം, യുദ്ധങ്ങൾ, ദാരിദ്ര്യം, ബിസിനസ് തകർച്ച, കലഹം, ഇവയെല്ലാം ബാധകളിൽ പെടുന്നതായ കാര്യങ്ങളാണ്. ബാധ പോലെ എത്ര ശ്രമിച്ചാലും മാറിപ്പോകാതെ ജീവിതത്തിലേക്ക് കയറി വരുന്ന പാപ സ്വഭാവങ്ങളുമുണ്ട്. വേദപുസ്തകത്തിൽ അനേക അവസരങ്ങളിൽ
ദൈവജനത്തിൻ്റെ മേൽ ബാധകൾ വരുന്നതായി നാം കാണുന്നുണ്ട്. കൃഷി ഇറക്കേണ്ടതായ സമയത്ത് കൃഷി ഇറക്കുവാൻ കഴിയാതെ വണ്ണം ബാധകളാൽ വലഞ്ഞ അവസരങ്ങളുണ്ട്. വിളവെടുക്കേണ്ടതായ സമയത്ത് വിളവെടുക്കുവാൻ കഴിയാതെ വണ്ണം ബാധകൾ കടന്നു വന്ന സമയങ്ങളുണ്ട്. ക്ഷാമങ്ങൾ പലവട്ടം ബാധ പോലെ ജനത്തെ സന്ദർശിച്ച അവസരങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിൽ നാം കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലും മാത്രമായി 60-ൽ പരം ബാധകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായി മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. രോഗം ഒരു ബാധയാണ്. രോഗബാധ. ഒന്നാമതായി രോഗബാധയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു ബാധയാണ് രോഗം. ഇവിടെ നാം വായിക്കുന്നത് 12 വർഷമായി തനിക്കുള്ളത് എല്ലാം ചെലവഴിച്ച് പല വൈദ്യന്മാരുടെ അടുക്കൽ പോയി ഏറിയോന്ന് സഹിച്ച് വലഞ്ഞവളായ ഒരു സ്ത്രീ. ഏറ്റവും പരവശയായവൾ എന്നാണ് ഈ സ്ത്രീയെക്കുറിച്ച് നാം ഇവിടെ കാണുന്നത്. ഏറ്റവും പരവശയായവൾ. അവൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു, രോഗസൗഖ്യം പ്രാപിച്ചു. വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. അവൾ യേശുവിനോട് മിണ്ടിയില്ല. യേശു അവളോട് മിണ്ടിയില്ല. അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവളുടെ കയ്യിൽ അവളുടേതായി ഒരു സ്വത്തുണ്ടായിരുന്നു, വിശ്വാസം. അവൾ ആ വിശ്വാസത്തോടെ തൻ്റെ കൈകൾ നീട്ടി അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിന്മേലൊന്ന് തൊട്ടു. എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. എൻ്റെ ബാധ മാറുമെന്നുള്ള ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അവൾ ഏറ്റവും വലഞ്ഞവളായിരുന്നു, എല്ലാം ചെലവഴിച്ചവളായിരുന്നു. ലോകപ്രകാരം പോകാവുന്ന വഴിയിൽ കൂടിയെല്ലാം അവൾ പോയി. അവൾക്കുണ്ടായിരുന്നതെല്ലാം അവൾ ചെലവഴിച്ചു കഴിഞ്ഞവളാണ്, പരവശയായവളാണ്, ഏറ്റവും വലഞ്ഞവളാണ്. പണമെല്ലാം തീർന്നു, ഉണ്ടായിരുന്നത് മുഴുവൻ ചെലവഴിച്ചു. നാം അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. എല്ലാം ചെലവഴിച്ചു. 25 മുതലുള്ളതായി വാക്യം വായിക്കുമ്പോൾ 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിനെ കുറിച്ച് അവൾ കേട്ടു. അവൻ 28-ാം വാക്യം, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അവളുടെ പണം മുഴുവൻ ചെലവഴിച്ചു. യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അവളുടെ കയ്യിൽ പണമില്ല, അവളുടെ കയ്യിൽ ലോകപ്രകാരമുള്ളതൊന്നുമില്ല. എന്നാൽ അവളുടെ കയ്യിൽ വിശ്വാസമുണ്ട്. വിശ്വാസത്തോടുകൂടെ അവൾ അവൻ്റെ അടുക്കിലേക്ക് ചെന്നു. പിറകിൽ കൂടെ ചെന്ന്
അവൻ്റെ പിറകിൽ വന്ന്, പുരുഷാരത്തിൽ കൂടി പിറകിൽ വന്ന അവൻ്റെ വസ്ത്രം തൊട്ടു. യേശുവിൻ്റെ പിന്നാലെ പോയി അവൻ്റെ വസ്ത്രം തൊട്ടു. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരല്ലേ? യേശുവിനെ അറിയാവുന്നവരല്ലേ? യേശുവിനെ മനസ്സിലാക്കിയവരല്ലേ? അവൻ്റെ പിറകിൽ അവൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ച് വിശ്വാസത്തോടുകൂടെ അവൻ്റെ മേൽ തൊട്ടാൽ, അവൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടാൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കൈകൾ നീട്ടിക്കൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിന് തൊങ്ങലിൽ തൊട്ടാൽ ബാധ മാറുന്നത് അനുഭവിക്കാൻ അവൻ കൃപ തരും. വലഞ്ഞവരാരെല്ലാമുണ്ട്, പരവശരായവരാരെല്ലാമുണ്ട്. കർത്താവേ, ഞങ്ങൾ വലഞ്ഞു പോകുന്നല്ലോ, ഞങ്ങൾ വലഞ്ഞു കർത്താവേ. എത്രയോ കാലമായി ഈ ബാധ ഞങ്ങളെ പിന്തുടരുന്നു കർത്താവേ. ഞങ്ങൾ വലഞ്ഞാണ് ഇരിക്കുന്നത്. ഇല്ലേ, നിങ്ങൾ പലരും ഇന്ന് വലഞ്ഞു കഴിയുന്നവരില്ലേ? രോഗം വർദ്ധിച്ചു വരുന്നു. അനേകർ രോഗികളായി മാറുന്നു. അനേകർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. ശവമടക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ ഞങ്ങളിങ്ങനെ ന്യൂസുകൾ കേൾക്കുകയും ഞങ്ങളുടെ നാട്ടിൽ അനേകർ രോഗികളായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഇതിൻ്റെ അറുതി എവിടെയാണ്? ഇതെവിടെ എത്തി നിൽക്കും? വലഞ്ഞു പോകുന്നല്ലോ ദൈവത്തിലെ. ഇന്ന് വലഞ്ഞവരായി കർത്താവേ, എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇനി മക്കളുടെ പരീക്ഷകൾ എങ്ങനെ നടക്കും? കുറച്ച് പരീക്ഷ എഴുതിയവരുണ്ട്, ഇനി എഴുതാനുണ്ട്. ഞാൻ നടത്താൻ പറ്റുമോ? ഇനി ഒരു കോഴ്സിന് എവിടെയാണ് ചേർക്കേണ്ടത്? വിദേശത്ത് പോകാൻ എല്ലാ കാര്യങ്ങളും ഒരുങ്ങി, വിസയും കിട്ടി, ടിക്കറ്റും എടുത്തു. പക്ഷേ ഇതാ ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലായി. നീ എന്തു ചെയ്യാൻ കഴിയും? വലഞ്ഞിരിക്കുന്ന ദൈവത്തിലെ, പരവശയായിരിക്കുന്ന ദൈവത്തിലെ, ഇന്ന് ബാധ മാറാൻ, തൊടാൻ ഒരുവനടിയിൽ വന്നു നിൽക്കുന്നതായ സമയമാണ്. നിങ്ങൾക്കാർക്കെല്ലാം വിശ്വാസമുണ്ട് എൻ്റെ യേശുവിനെ ഇത് മാറ്റാൻ കഴിയുമെന്ന്, എൻ്റെ ദൈവത്തിന് ഇത് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങളാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് ഈ വലിയ ഒരു പ്രതിസന്ധിയിൽ നാം ആയിരിക്കുമ്പോൾ വലയുന്ന അനേകർ വലയുന്നു. നാം യേശുവിനെ അറിയുന്നവരാണ്, നമുക്ക് യേശുവിനെ കിട്ടിയവരാണ്, യേശുവിൽ നിന്നുള്ള ആശ്വാസം അനുഭവിക്കുന്നവരാണ്, ക്രിസ്തു തരുന്ന സമാധാനം അനുഭവിക്കുന്നവരാണ്, ഒരു വിശ്വാസം കൈമുതലായിട്ടുള്ളവരാണ്. ദൈവമക്കൾ അനേകർ വലയുമ്പോൾ ഈ കൊറോണയുടെ ബാധയാൽ, ഈ മഹാമാരിയിൽ, ഈ വലിയ ബാധയിൽ അനേകർ വലയുമ്പോൾ, നമ്മുടെ രാജ്യം ഭീതിപ്പെട്ട് നിൽക്കുമ്പോൾ, ഇനി എന്താകുമെന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് അനങ്ങാതിരിക്കാൻ കഴിയുമോ? ദൈവമക്കൾക്ക് മാറി നിൽക്കാൻ ഒക്കുമോ? ഈ ബാധ നിർത്താൻ, ഈ ബാധ മാറാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവമക്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 ശമൂവേലിൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായങ്ങൾ വായിക്കുകയുണ്ടായി. 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ മേൽ വലിയ ബാധ വരുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വലിയ ഒരു ബാധ വരികയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവഹിതത്തിന് എതിരായി ചില ചുവടുകൾ വെച്ചപ്പോൾ, ദൈവഹിതത്തിനെതിരായ ഒരു കാര്യം നടന്നപ്പോൾ ഒരു വലിയ ബാധ അതിൻ്റെ ഫലമായി ഇസ്രായേലിൻ്റെ മേൽ വരികയാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകം 24-ാം അധ്യായം ഞാനിപ്പോൾ വായിക്കാൻ സമയമെടുക്കുന്നില്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവഹിതത്തിനെതിരായ ഒരു കാര്യം നടന്നപ്പോൾ യോബാബ് തടഞ്ഞതായിരുന്നു, വേണ്ടെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ അങ്ങനെ വേണമോ എന്ന് ചോദിച്ചതായിരുന്നു. എന്നാൽ ദൈവം നിർത്തിയിരുന്ന ഒരു ദൈവവിതൽ
ദൈവീകമായ പദ്ധതിക്കെതിരായി ചലിച്ചാൽ നിരപരാധികളായ ജനത്തിന് മേൽ ബാധ വരും എന്നുള്ള ഒരു പാഠമാണ് ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിൽ വന്നത്. ദൈവം നിർത്തിയിരിക്കുന്ന ഒരു ദൈവവിധൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരുദ്ധമായി, സ്വർഗത്തിലെ ദൈവം പദ്ധതിയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് വിരുദ്ധമായി, ദൈവഹിതത്തിന് വിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ ജനത്തിൻ്റെ മേൽ ബാധ വരും, സംഹാരം നടക്കും. ഏതാണ്ട് 70,000 പേർ ആ ബാധയാൽ മരിച്ചുപോയി എന്നാണ് നാം വേദഭാഗത്ത് വായിക്കുന്നത്. എന്നാൽ 24-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ദാവീദ് നിലവിളിക്കുകയാണ്. തെറ്റ് മനസ്സിലാക്കിയവനായ ദാവീദ് ബാധ വരാനുള്ള കാരണം തൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചയാണ് എന്ന് തിരിച്ചറിഞ്ഞവനായ ദാവീദ് നിലവിളിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്. ദാവീദ് യഹോവയോട് നിലവിളിക്കുകയാണ്. ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഞാനല്ലയോ കുറ്റം ചെയ്തത്. ഈ ആടുകൾ എന്തു ചെയ്തു? ഈ ആടുകൾ എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. നിന്റെ കൈ എനിക്കും എൻ്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 16-ാമത്തെ വാക്യം, എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈനീട്ടി. ദൈവദൂതൻ, ബാധ വരുത്തുന്ന ദൈവദൂതൻ, ശിക്ഷ നടത്തുന്ന ദൈവദൂതൻ തൻ്റെ പ്രതികാരത്തിൻ്റെ കരം, ബാധയുടെ കരം, ശിക്ഷയുടെ കരം ആ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ നീട്ടി. അപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട്, ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. ഞാൻ ഈ വേദഭാഗം വായിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അല്പസമയം എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി. കർത്താവേ, ഞാൻ എൻ്റെ കുറവുകൾ മറ്റാരിലേക്ക് നോക്കിയില്ല, മറ്റൊന്നിലേക്ക് നോക്കിയില്ല. എൻ്റെ കുറവുകൾ എൻ്റെ ദൈവമേ ഞാൻ തിരുത്തി നിന്നുകൊള്ളാം. പോരായ്മകളെല്ലാം കണ്ടറിഞ്ഞ് ഞാൻ മാറി നിന്നുകൊള്ളാം. ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി. ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുന്നു ഈ ബാധയുടെ മേൽ, ഈ ബാധ വ്യാപരിക്കുന്നതിന് നടുവിൽ നിങ്ങൾ ഓരോരുത്തരും, ഞാനും മാറിയുന്നുകൊണ്ടല്ല, നാം ഓരോരുത്തരും ഞാനല്ലയോ പാപം ചെയ്തത്, മറ്റൊരാളുടെ കുറ്റം കാണാൻ നോക്കുകയല്ല, വേറൊരാളിലേക്ക് ചൂണ്ടുകയല്ല, ഞാനല്ലോ തെറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ താഴുവാൻ തയ്യാറായാൽ ശിക്ഷ നടത്തുന്ന ദൂതനോട്, നാം ഇവിടെ വായിച്ചതുപോലെ ശിക്ഷ നടത്തുവാൻ, യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടി നിൽക്കുന്ന ദൂതനോട്, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വിശ്വാസത്തോടെ ജീവിതം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? സ്വർഗത്തിലെ ദൈവം ശിക്ഷ നടത്തുവാൻ കൈ നീട്ടി നിൽക്കുന്ന ദൂതനോട്, ഈ ബാധകൾ പരത്തുന്ന ആ കൈനീട്ടി നിൽക്കുന്ന ദൈവദൂതനോട്, ന്യായവിധി നടത്തുന്ന ദൂതനോട്, നിന്റെ കൈ പിൻവലിക്ക എന്ന് സ്വർഗത്തിലെ ദൂതൻ കൽപ്പിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒരു സമർപ്പണം എടുക്കാമോ? ഞാനല്ലോ തെറ്റ് ചെയ്തു പോയത്, എൻ്റെ പിതൃഭവനമല്ലോ തെറ്റ് ചെയ്തു പോയത്, എൻ്റെ പാപമാണല്ലോ ഇതിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് താഴാൻ തയ്യാറാകുന്നുവെങ്കിൽ കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കൈ പിൻവലിക്ക എന്ന് ന്യായവിധി നടത്തുന്ന ഇസ്രായേലിന് നേരെ കൈ നീട്ടിയ ദൂതനോട് അന്ന് കൽപ്പിച്ചവനായ ദൈവം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. 2 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ
അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വേറൊരു അവസരത്തിൽ ക്ഷാമമെന്ന വലിയൊരു ബാധ കടന്നു വന്നു. ക്ഷാമം കടന്നു വന്നതായ സമയം 1-ാം വാക്യം, ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ, എന്തുകൊണ്ടാണ് ഈ ക്ഷാമം വരുന്നത്? ഈ ക്ഷാമം എന്ന ബാധ വരാൻ എന്താണ് കാരണം? ദാവീദ് യഹോവയോട് അരുളപ്പാട് ചോദിച്ചപ്പോൾ, ശൗൽ ഗിബെയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും അത് ശൗൽ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവുമെന്ന് യഹോവ അരുളി ചെയ്തു. ശൗൽ ചെയ്ത ഒരു അതിക്രമം, ഗിബയോന്യരെ കൊല്ലുക നിമിത്തം, രക്തപാതമുള്ള ശൗലിന്റെ ഗ്രഹം നിമിത്തം ജനത്തിന് മേൽ ബാധ വന്നു. ദാവീദ് എഴുന്നേറ്റ് പ്രതിക്രിയ നടത്തി പരിഹാരം വരുത്തുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ബാധ മാറിയ ഒരു 3 കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാധ മാറിയ ഒരു 3 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം സംഖ്യാപുസ്തകം 16-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിലാണ് നാം വായിക്കുന്നത്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 50-ാമത്തെ വാക്യം. അവിടെ ബാധ മാറുവാൻ തക്കവണ്ണം അഹറോൻ 50-ാം വാക്യം, സംഖ്യ 16-50. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെ അടുക്കൽ മടങ്ങി വന്നു. അങ്ങനെ ബാധ നിന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അഹറോൻ്റെ ധൂപം മൂലം, അഹറോൻ്റെ ധൂപത്താൽ ബാധ നിന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ സംഖ്യാപുസ്തകം 16-ാം അധ്യായം മുഴുവനും വായിക്കണം. ഒരു വലിയ ബാധ ഇസ്രായേലിൻ്റെ മേൽ വരികയാണ്. എത്രയോ ആയിരങ്ങളാണ് സംഹരിക്കപ്പെട്ടു പോയത്. കോരഹിൻ്റെ മത്സരം മൂലം, കോരഹിൻ്റെ മത്സരത്തിങ്കൽ സംഭവിച്ചതായ കാര്യമാണ് നാം അവിടെ വായിക്കുന്നത്. ഒരു വലിയ ബാധ വന്നു. എന്നാൽ അഹരോൻ്റെ ധൂപത്താൽ ബാധ മാറി. എന്തായിരുന്നു കോരഹിൻ്റെ മത്സരം? സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ നമ്മുടെ കാണുന്നുണ്ട് കോരഹിൻ്റെ മത്സരം എന്തായിരുന്നു. ലേവിയുടെ മകനായ ഇസ്ഹാരിന്റെ മകൻ കോരഹ്. ദൈവത്തിന് സ്തോത്രം. എന്തായിരുന്നു കോരഹിൻ്റെ മത്സരം? ഞാൻ വാക്യം വായിച്ച് ഇപ്പോൾ സമയമെടുക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംഖ്യ 16-ന്റെ 1 മുതലുള്ളതായ വാക്യം, ദൈവം ഉയർത്തിയവനെ കോരഹ് ഉൾക്കൊണ്ടില്ല. ദൈവം ഉയർത്തി, ദൈവം ഒരു അഭിഷേകം ചെയ്ത്, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ദൈവം ഒരുവനെ ഉയർത്തി ഒരു ശുശ്രൂഷയ്ക്കാക്കിയത് ഉൾക്കൊള്ളുവാൻ കോരഹിന് കഴിഞ്ഞില്ല. കോരഹിൻ്റെ കൂട്ടർക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഉയരണം, എനിക്കും കൂടെ ഉയരണം എന്ന് അവൻ ചിന്തിച്ചു. ദൈവമക്കളെ നാം ഓർക്കണം, കാലാകാലങ്ങളിൽ ദൈവം ഉയർത്തുന്നവരുണ്ട്. സ്വർഗത്തിലെ ദൈവം തൻ്റെ അഭിഷേകം പകർന്ന് ശുശ്രൂഷയ്ക്കായി നിർത്തുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുണ്ട്. ദൈവം ഉയർത്തുന്നവൻ, ദൈവത്തിന് സ്തോത്രം, ദൈവം ഉയർത്തിയവനെ ഉൾക്കൊള്ളാൻ നാം തയ്യാറാകണം. ദൈവം ഒരുവനെ ഉയർത്താൻ നോക്കിയാൽ, ദൈവം ഒരുവനെ അഭിഷേകം പകർന്ന് നിർത്താൻ കണ്ടാൽ, സ്വർഗം ഒരു കാര്യപരിപാടി കണ്ടാൽ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മോശയെ ദൈവം ഉയർത്തി, ദൈവം വലിയൊരു ശുശ്രൂഷയ്ക്കാക്കി. അഹറോനെ ദൈവം നിർത്തി.
അഭിഷേകത്തോടുകൂടെ ദൈവം അഹറോനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാലയത്തിൽ ധൂപം കാട്ടുന്ന, വിശുദ്ധ മന്ദിരത്തിൽ ധൂപം കാട്ടുന്ന ശുശ്രൂഷയ്ക്കായി അഹറോനെ ദൈവം ഉയർത്തി. മോശയുടെ കാലം കഴിഞ്ഞു, അഹറോൻ്റെ കാലം കഴിഞ്ഞു, യോശുവയുടെ കാലമായി. യോശുവയെ ദൈവം നിർത്തി. ശമൂവേലിൻ്റെ കാലമായി. ശമൂവേലിനെ ദൈവം നിർത്തി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദൈവം ഉയർത്തിയവനെ ഉൾക്കൊണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഉയരണമെന്ന് അവൻ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ അഭിഷേകം വീഴുന്നവരുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഭിഷേകം വീണ് ദൈവം ഒരുവനെ ഉയർത്തിയാൽ അവന് ഉൾക്കൊള്ളാൻ നാം തയ്യാറാകണം. ദൈവത്തിന് സ്തോത്രം. 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ കോരഹിൻ്റെ മത്സരം എന്താണെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വായിക്കുമ്പോൾ എലിയാബിൻ്റെ പുത്രന്മാർ ദാദാനും അബീരാമും ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അവർ ചെയ്തതായ തെറ്റെന്താണ്? 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയുമാക്കുന്നുവോ? അത്രയുമല്ല, നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരികയോ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അവകാശമായി തരികയോ ചെയ്തിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവീകമായ പദ്ധതിയെ ദാദാനും അബീരാമും ചോദ്യം ചെയ്തു. ദൈവീകമായ പദ്ധതിയെ ചോദ്യം ചെയ്തു. സ്വർഗീയ കാര്യപരിപാടിക്കെതിരായി അവര് പിറുപിറുത്തു. നിങ്ങളെ തന്നെ ഉയർത്താൻ നോക്കിയല്ലോ. നിങ്ങളെ തന്നെ ഉയർത്താൻ നോക്കുന്നവരാണ്. നിങ്ങൾ അധികാരം നടത്താൻ നോക്കുന്നവരാണ് എന്നെല്ലാം നിങ്ങളെ തന്നെ ഉയർത്താൻ നോക്കുന്നു, നിങ്ങൾ അധികാരം നടത്താൻ നോക്കുന്നു എന്നിങ്ങനെയെല്ലാം ദൈവമാക്കിയവരെ, ദൈവം നിർത്തിയവരെ ചോദ്യം ചെയ്യുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. ദൈവം ഏൽപ്പിക്കാത്തവർ, ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കാത്തവർ ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. ദൈവം അതിനുവേണ്ടി ആക്കിയവരുണ്ട്. അവരെ ഉൾക്കൊണ്ട് നിൽക്കാൻ കഴിയാതെ ദൈവം ഏൽപ്പിക്കാത്തവർ, ദൈവം ഏൽപ്പിക്കാത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി ധൂപകലശവുമായി പോയി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേദഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. കൃപയില്ലാത്തവർ കൃപയുടെ ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കാൻ നോക്കുന്നു. ദൈവ തേജസ്സിൻ്റെ മുമ്പാകെ ദൈവീകമായ പദ്ധതികൾക്ക് വിരോധമായി നിൽക്കാൻ നോക്കുന്നു. ഓർക്കണം, സമാഗമന കൂടാരത്തിന് മുമ്പിൽ ദൈവ തേജസ്സിൻ്റെ മുമ്പാകെ ദൈവീകമായ ശുശ്രൂഷയ്ക്കായി കൃപയില്ലാത്തവരായി ദൈവത്തിന് വിരോധമായി നിൽക്കാൻ നോക്കുന്നു. മറ്റുള്ള ജനത്തെയും അതിനുവേണ്ടി കൂട്ടുന്നു. അതാണ് 16-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നത്. കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. ദൈവ തേജസ്സിൻ്റെ മുൻപാകെ ദൈവീക പദ്ധതിക്ക് വിരോധമായി നിന്നു. കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. 16-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 35 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 32 മുതലുള്ളതായ വാക്യങ്ങൾ അവിടെ എന്താണ് വന്നതായ ബാധ? ഭൂമി വായ് തുറന്ന്, ഭൂമി വായ പിളർന്നു, അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. അവരുടെ ചുറ്റുമിരുന്ന ഇസ്രായേല്യരൊക്കെയും അവരുടെ നിലവിളി കേട്ടു. ദൈവത്തിന് മഹത്വം. ഭൂമി വാപിളർന്നു, ആ കൂട്ടത്തെ എല്ലാം വിഴുങ്ങിക്കളഞ്ഞു. തീർന്നില്ല. ഇരുട് വായിക്കുമ്പോൾ പിന്നെയും ബാധ വരുന്നുണ്ട്. ബാധ വന്ന് അനേകരെ ഒടുക്കിക്കളയുകയാണ്, അനേകരെ ഇല്ലാതെയാക്കുകയാണ്, അനേകർ തകർന്നു പോവുകയാണ്.
ദൈവത്തിന് മഹത്വം. അനേകർ ആ ബാധയാൽ സംഹരിക്കപ്പെട്ടു പോവുകയാണ്. ബാധ മാറാൻ എന്താണ് ഇവിടെ ചെയ്തത്? 16-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മോശ അഹരോനോട്, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവും ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്ക. മോശ അഹരോനോട്, ഓർക്കണം 43-ാം വാക്യം വായിക്കുന്നുണ്ട്. മോശയും അഹരോനും സമാഗമന കൂടാരത്തിന് മുമ്പിൽ ചെന്നു. യഹോവ മോശയോട്, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ സമാഗമന കൂടാരത്തിന് മുമ്പിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ കവിണ്ണു വീണു. ദൈവസന്നിധിയിൽ മോശ അങ്ങ് കവിണ്ണങ്ങ് വീണു. ഉടയവൻ ഇറങ്ങി വന്നപ്പോൾ, നാഥൻ ഇറങ്ങി വന്നപ്പോൾ, ബാധ മാറ്റുവാൻ, നീക്കുവാൻ, ദൂതനോട് കൈ പിൻവലിക്ക എന്ന് പറയുവാൻ അധികാരമുള്ളവൻ ഇറങ്ങി വന്നപ്പോൾ മോശ അവൻ്റെ മുമ്പിൽ അങ്ങ് കവിണ്ണു വീണു. മോശ പറയുകയാണ്, അഹരോൻ പറയുകയാണ്, മോശ അഹരോനോട്, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീയിട്ട് ധൂപവർഗവും ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്ക. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്തു സഭയുടെ നടുവിലേക്ക് ഓടി. മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി. ബാധ ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ജനത്തിന്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം നടത്തി മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. 49-ാം വാക്യം. കോരഹിന്റെ സംഗതി വശാൽ മരിച്ചവരെ കൂടാതെ ബാധയാൽ മരിച്ചവർ 14,700 പേർ ആയിരുന്നു. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെ അടുക്കൽ മടങ്ങി വന്നു. അങ്ങനെ ബാധ നിന്നുപോയി. ഇവിടെ എങ്ങനെയാണ് ബാധ മാറിയത്? മോശ ദൈവസന്നിധിയിൽ അങ്ങ് കവിണ്ണു വീണു. അഹരോൻ മോശ പറഞ്ഞതിന് പ്രകാരം അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി. നാം പാടുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗീതമുണ്ട്. അഹരോൻ്റെയും സ്കറിയ തന്നുടെയും ധൂപമതും. ബാധ മാറാൻ നമുക്കൊന്ന് പാടാം. അഹരോൻ്റെയും സ്കറിയ തന്നുടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫിനഹാസിൻ പ്രാർത്ഥനയും പോൽ അടിയാരുടെ ധൂപത്തെയും അൻപുടയോനെ കൈക്കൊള്ളുക. അഹരോന്റെയും സ്കറിയായുടെയും ധൂപവും മരണത്തെ നീക്കിയ ഫിനഹാസിൻ്റെ പ്രാർത്ഥനയും പോൽ അടിയാരുടെ ധൂപത്തെയും മനസ്സിലുള്ള ദൈവമേ, അൻപുടയവനെ കൈക്കൊള്ളണമേ. ബാധ മാറാൻ 3 കാര്യങ്ങൾ: അഹറോൻ്റെ ധൂപം, ഫിനഹാസിൻ്റെ തീഷ്ണത, സ്കറിയായുടെ ധൂപം. ഞാൻ ഇന്ന് ഈ വാക്കുകളെ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവവാസം തരുന്നുവെങ്കിൽ വരുന്ന ആഴ്ചയിലും നമുക്ക് ധ്യാനിക്കാം. പഠിക്കുകയല്ല, അറിവ് നേടുകയല്ല, ബാധ മാറാൻ. ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ കാലത്ത് ക്ഷാമം വന്നു. ദൂതൻ വലിയ സംഹാരം നടത്തി. ശൗലിൻ്റെ ഗ്രഹവും ആ രക്തപാതകം ചെയ്തു. ബാധ മാറാൻ ദാവീദ് ചെയ്യേണ്ടത് ചെയ്തു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവഹിതത്തിനെതിരായി നടന്നു.
ബാധ വന്നു. ദാവീദ് ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരഞ്ഞു. ഞാനല്ലയോ പാപം ചെയ്തത്, ഞാനല്ലയോ തെറ്റ് ചെയ്തത്. സ്വന്തം തെറ്റ് മനസ്സിലാക്കി അനുഭവിച്ചു. സ്വർഗത്തിൽ ദൈവം ദൂതനെ നോക്കി കൽപ്പിച്ചു, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കോരഹിൻ്റെ മത്സരത്തിങ്കൽ വലിയ ബാധ വന്നു. അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി. വലിയ ബാധ. ഈ വലിയ ബാധയുടെ മുമ്പിൽ അഹറോൻ്റെയും സ്കറിയ തന്നുടെയും ധൂപമതും മരണത്തെ നീക്കിയ ഫിനെഹാസിൻ്റെ പ്രാർത്ഥനയും പോൽ അടിയാരുടെ പ്രാർത്ഥനയും അടിയാരുടെ ധൂപത്തെയും അൻപുടയവനെ കൈക്കൊള്ളണമേ. അഹറോൻ ചെയ്തതുപോലെ മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി ബാധ ജനത്തിൻ്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ മാറി. അഹ്റോൻ എന്താണ് ചെയ്തത്? ധൂപകലശമെടുത്തുകൊണ്ട് സഭയുടെ നടുവിലേക്ക് ഓടി. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും ഇടയിൽ അഹ്റോൻ ധൂപകലശവുമായി നിന്നപ്പോൾ ബാധ മാറി. ഇന്ന് ഈ നാളുകളിൽ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുന്ന ദൈവവിതലെ ഈ ബാധ മാറാൻ വേണ്ടി അഹ്റോനെ പോലെ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ? ധൂപകലശവും എടുത്ത് ജനത്തിന് നടുവിലേക്ക് ഓടിച്ചെന്ന് ജീവനുള്ളവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചുപോയവരുടെയും ജീവനുള്ളവർക്കും മരിച്ചവർക്കും ഇടയിൽ ഒരു ധൂപകലശവുമായി നിൽക്കുവാൻ അപ്പോസ്തലൻ പറയും, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും നടുവിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി നിൽക്കുമെന്ന്. ഈ ലോകത്ത് എല്ലാവരുടെയും ഇടയിൽ നല്ലവരുണ്ട്, കൊള്ളില്ലാത്തവരുണ്ട്, സമർപ്പണമുള്ളവരുണ്ട്, സമർപ്പണമില്ലാത്തവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, വിശ്വാസമുള്ളവരുണ്ട്. എല്ലാവരും ബാധയേറ്റ് വലയുകയാണ്. ആത്മാവിൽ മരിച്ചവരുണ്ട്, ആത്മാവിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ജീവനുള്ളവർക്കും മരിച്ചവർക്കും ഇടയിൽ ക്രിസ്തുവിന് ഒരു സൗരഭ്യവാസനയായി ധൂപകലശത്തിൽ നിന്ന് സൗരഭ്യവാസം ഉയരുന്നതുപോലെ ധൂപകലശത്തിൽ തീക്കനലിട്ടുകൊണ്ട് ആ തീക്കനലിൽ നിന്ന് സുഗന്ധധൂപം ഉയരുന്നവരായി ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും ഇടയിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി നിൽക്കുവാൻ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാമോ? ഒരു സമർപ്പണം എടുക്കാമോ? ഈ ബാധ മാറേണ്ടതിന് വേണ്ടി വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട രംഗത്ത്, ഭരണകൂടങ്ങൾ പരാജയപ്പെട്ട രംഗത്ത്, ദൈവത്തിന് സ്തോത്രം, ലോകാരോഗ്യ സംഘടന പകച്ചു നിൽക്കുന്നതായ രംഗത്ത്, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പകച്ചു നിൽക്കുന്നതായ രംഗത്ത്, ജനമെല്ലാം ഭീതിയോടെ നിൽക്കുന്നതായ രംഗത്ത്, ദൈവോയതിലെ വിശ്വാസമുള്ള ദൈവോയതിലെ ദൈവോദനത്തിൽ വിശ്വസിക്കുന്ന ദൈവോയതിലെ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവോയതിലെ നിനക്ക് ധൂപകലശം നിന്റെ കൈകളിലെടുക്കാമോ? നിന്റെ ജീവിതത്തെ ഒരു സമർപ്പണമായി ദൈവസന്നിധിയിൽ ഇട്ട് കൊടുക്കാമോ? ഇന്ന് തീ പോലെ കത്തുന്ന ഒരു സമർപ്പണം എടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് സൗരഭ്യവാസനയായി ഉയരുവാൻ, ദൈവത്തിന് സുഗന്ധമായി മാറുന്ന, ദൈവം പ്രസാദിക്കുന്നതായ ഒരു സമർപ്പണം എടുത്തുകൊണ്ട്, ആ തീയായ ഒരു സമർപ്പണം എടുത്തുകൊണ്ട് നിനക്കൊന്ന് ഇറങ്ങാമോ? ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങാമോ? ഈ പ്രശ്നം നടുവിലേക്ക് ഇറങ്ങാമോ? ഇതിന് നടുവിലൊന്ന് നിൽക്കാമോ? ആരെല്ലാം എന്തെല്ലാം ആയിക്കൊള്ളട്ടെ, നിന്ദിക്കുന്നവരുണ്ടായിക്കൊള്ളട്ടെ, പരിഹസിക്കുന്നവരുണ്ടായിക്കൊള്ളട്ടെ, എതിർക്കുന്നവരുണ്ടായിക്കൊള്ളട്ടെ, ദൈവം ഇതില് നിനക്ക് തീയായ ഒരു സമർപ്പണം എടുക്കാമോ? ഞാൻ ഇന്ന് എന്നോട് ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരു വ്യക്തിയോട് പറയുകയുണ്ടായി, നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാമെന്ന്, ജീവനുള്ള യേശുവിന് വേണ്ടി നിൽക്കാമെന്ന്. ധാരാളം വചനം കേട്ടവരല്ലേ നാം? കേട്ട വചനപ്രകാരം ഒന്ന് ജീവിക്കാൻ തീരുമാനിക്കാമെന്ന് നിങ്ങൾ ആരെല്ലാം ഇന്ന് തീരുമാനിക്കുന്നുണ്ട്? അഹ്റോൻ ധൂപകലശമെടുത്ത് അതിൽ തീ കോരിയിട്ടുകൊണ്ട് ധൂപകലശവുമായി
സമർപ്പണമായി ജനത്തിന് നടുവിലേക്ക് ഓടിയതുപോലെ ഒരു സമർപ്പണത്തോടെ ഇറങ്ങാൻ, ഒരു സമർപ്പണത്തോടെ ഓടുവാൻ, ഇന്നു മുതൽ ഒരു പുതിയ തീരുമാനത്തോടെ നിൽക്കുവാൻ നിങ്ങളാരെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അഹറോൻ മോശ പറഞ്ഞതുപോലെ ധൂപകലശവും എടുത്തുകൊണ്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് ഓടി മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിൽ ധൂപകലശവുമായി നിന്നപ്പോൾ ബാധ മാറി എന്ന് ഞങ്ങൾ വായിച്ചു. കർത്താവേ, ഈ തലമുറയുടെ നടുവിൽ ജീവനുള്ളവർക്കും മരിച്ചുപോയവർക്കും ഇടയിൽ, കർത്താവേ, ആത്മാവിൽ ജീവനില്ലാത്തവർക്കും ആത്മാവിൽ ജീവൻ പ്രാപിച്ചവർക്കും ഇടയിൽ, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഇടയിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സൗരഭ്യവാസനയായി നിൽക്കുവാൻ ഞാനിതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു എന്ന ഒരു തീരുമാനം. കർത്താവെ, തീരുമാനമെടുക്കാൻ കൃപ തന്നതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വത്തോടെ എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവം അവസരം തരുന്നുവെങ്കിൽ വരുന്ന ഞായറാഴ്ചയും ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം. നിങ്ങൾ ഓർക്കുക, എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മുതൽ 8 വരെ 1 മണിക്കൂർ സമയം ഒരു ബൈബിൾ ക്ലാസ് ഈ ചാനലിൽ നടക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 7 മുതൽ 7:30 വരെ അരമണിക്കൂർ കുട്ടികൾക്കായി ഒരു ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും സന്ധ്യയ്ക്ക് 7 മുതൽ 8:30 വരെ ഈ സുവിശേഷ യോഗം നടക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ വയനാട്ടിൽ മീനങ്ങാടി സ്വദേശിയായ മിസ്റ്റർ RK കുര്യാക്കോസ് ചേട്ടൻ ആശീർവാദം തന്ന ഈ ശുശ്രൂഷ അവസാനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാമപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും കൂട്ടായ്മയും നാം ഏവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.